Okay, if the RBC count is above 3 per high power field, it is called hematuria. So hematuria causes നമുക്കറിയാം, it can be due to glomerular and non-glomerular. ഇപ്പോൾ glomerular causes നോക്കുവാണെങ്കിൽ നമുക്ക് നെഫ്രൈറ്റിസ് പറയാം, അതേപോലെ തന്നെ നെഫ്രോപ്പതി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെഫ്രോപ്പതീസ് പറയാം, അതേപോലെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ്, ഇതെല്ലാമാണ് ഗ്ലോമറുലാർ കോസസ് ഓഫ് ഹെമച്ചൂറിയ. ഇനി നോൺ ഗ്ലോമറുലാർ കോസസ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോൺസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് പറയാം, പിന്നെ ട്യൂമേഴ്സ്, ഫോർ എക്സാമ്പിൾ renal cell carcinoma, transitional cell carcinoma, all these can cause hematuria that belongs to non-glomerular cause. Okay. Then ketones. ഇപ്പോൾ കീറ്റോൺസ് മെയിൻലി കാണുന്നത് ഒന്ന് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ആണ്, അതേപോലെ സ്റ്റാർവേഷൻ ആൻഡ് പ്രഗ്നൻസി ആർ ദി അതർ കോസസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ. ദെൻ ഷുഗർ നമുക്കറിയാം, ഡയബറ്റിസ് മെലിറ്റസ്. ദെൻ വാട്ട് ഈസ് പയൂറിയ? Pyuria means what? If more than 5 WBCs per high power field. Okay, urine contains more than 5 WBCs per high power field, it is called pyuria. Okay, and causes of pyuria നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് കോസസ് പറയാം. ഒന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTI കാണാം പയൂറിയ, പിന്നെ ഡ്യൂ ടു സ്റ്റോൺസ്, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, എനി ഫോറിൻ ബോഡീസ്, ട്യൂബർക്കുലോസിസ്, മാലിഗ്നൻസീസ്, ഇതെല്ലാം തന്നെ പയൂറിയ കിട്ടും. Then different types of cast and crystals are there in urine. Okay, so ഇതിൽ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ നോർമൽ വാല്യൂ 1.005 to 1.040, and it depends on the state of hydration of the patient. അതും കൂടെ ഓർത്തിരിക്കുക. So depends on the state of hydration, വെള്ളത്തിന്റെ അളവനുസരിച്ച് ഇത് വേരിയബിൾ ആണ്. അതേപോലെ pH നമ്മൾ പറഞ്ഞു between 4.5 to 8 ആണ് നോർമൽ pH, and depends on the disease condition. For example, infection. For infected stones can occur in alkaline urine. അതേപോലെ തന്നെ യൂറിക് ആസിഡ് സ്റ്റോൺ, സിസ്റ്റൈൻ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ it can occur in acidic urine. So normal pH is 4.5 to 8 and depends on the type of stone. It can be alkaline or acidic. Okay. Then അടുത്തത് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ആണ് പറയുന്നത്. ഒന്ന് PSA, prostate specific antigen, then testicular tumor markers such as alpha fetoprotein, beta HC and lactate dehydrogenase. Okay, so prostate specific antigen അല്ലെങ്കിൽ surface antigen PSA നോർമൽ വാല്യൂ നമുക്കറിയാം between 0 and 4 nanogram per ml ആണ്. ഇത് പറയും, അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. So normal value of PSA is between 0 and 4. And if the value is above 4 nanogram per ml, it is suspicious of CA prostate. Okay, so prostate surface or specific antigen. അതേപോലെ ടെസ്റ്റിക്കുലർ ട്യൂമർ മാർക്കേഴ്സിൽ ആൽഫ ഫീറ്റോപ്രോട്ടീൻ. ആൽഫ ഫീറ്റോപ്രോട്ടീൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ എംബ്രിയോണൽ കാർസിനോമ. അതേപോലത്തെ യോക്സാക് ട്യൂമറിലും ആൽഫ ഫീറ്റോപ്രോട്ടീൻ കൂടുതലായിരിക്കും. ദെൻ ബീറ്റ HC മെയിൻലി ഇൻ കൊറിയോ കാർസിനോമ. ഓക്കെ, വെരി ഹൈ levels of beta HCG suggestive of choriocarcinoma. പിന്നെ LDH, lactate dehydrogenase, it is also increased in embryonal carcinoma and seminoma. ഇത് പറയുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ. ടെസ്റ്റിക്കുലർ ക്യാൻസേഴ്സിൽ ജസ്റ്റ് ഓർത്തിരിക്കുക, LDH is increased in embryonal carcinoma and seminoma. Okay, പിന്നെ സെക്സ് ഹോർമോൺസ് അസേ ആണ് FSH, ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് പ്രൊലാക്റ്റിൻ. പിന്നെ വരുന്നത് എക്സ്റേ KUB. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് യൂറോളജിയിൽ. ഫോർ എക്സാമ്പിൾ IVP, ഇൻട്രാവീനസ് പൈലോഗ്രാഫി, ആൻഡ് IVU, ഇൻട്രാവീനസ് യൂറോഗ്രാം. ഓക്കെ, IVP ആൻഡ് IVU. പിന്നെ RGP എന്താണ്? റിട്രോഗ്രേഡ് പൈലോഗ്രാഫി. ഓക്കെ, RGP റിട്രോഗ്രേഡ് പൈലോഗ്രാഫി ഓർ RGU റിട്രോഗ്രേഡ് യുറീറ്ററോഗ്രാഫി. ഓക്കെ, RGU റിട്രോഗ്രേഡ് യുറീറ്ററോഗ്രാഫി. പിന്നെ വരുന്നത് റീനൽ ആർട്ടീരിയോഗ്രാഫി ആണ്. അതിൽ മെയിൻ ആയിട്ട് DSA, ദാറ്റ് മീൻസ് ഡിജിറ്റൽ സബ്ട്രാക്ഷൻ ആൻജിയോഗ്രാഫി. ഡിജിറ്റൽ സബ്ട്രാക്ഷൻ ആൻജിയോഗ്രാഫി. പിന്നെ MCU എന്താണ്? മിക്ചുറേറ്റിംഗ് സിസ്റ്റോ യുറീത്രോഗ്രാഫി ആണ്. ഓക്കെ, MCU മിക്ചുറേറ്റിംഗ് സിസ്റ്റോ യുറീത്രോഗ്രാഫി. പിന്നെ ASU പറയുന്നുണ്ട്,
ascending urethropy. പിന്നെ കോമൺ ഇൻവെസ്റ്റിഗേഷൻസ് അൾട്രാസോണോഗ്രാഫി, CT സ്കാൻ ഉണ്ട്, യുറീത്രോസ്കോപ്പി, MR യൂറോഗ്രാഫി, റേഡിയോ ഐസോടോപ്പ് സ്കാനിങ്, then ഇൻഡിഗോ കാർമൈൻ ടെസ്റ്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഉണ്ട് യൂറോളജിയിൽ. ഇതിൽ പറയാത്ത റേഡിയോ ഐസോടോപ്പ് സ്കാനിങ്, അതേപോലെ ടെക്നീഷ്യൻ സ്കാനിങ് ഒക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് പേര് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജിംഗ് യൂസ്ഡ് ഇൻ യൂറോളജി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് വരുവാണ്, കിഡ്നി. സോ കിഡ്നി ഈസ് ആൾസോ കോൾഡ് റെനീസ് അല്ലെങ്കിൽ നെഫ്രോസ്. ലൊക്കേഷൻ എവിടെയാണ്? കിഡ്നീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ posterior abdominal wall in the retroperitoneum. So kidneys are the retroperitoneal organs. നമ്മൾ ക്വാഡ്രൻസ് വൈസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഓക്യുപ്പൈസ് എപ്പിഗാസ്ട്രിക്, ഹൈപ്പോകോൺഡ്രിയാക്, lumbar and umbilical regions. Then it extends vertically from the upper border of T12 thoracic vertebra to the center of the body of third lumbar vertebra. T12 to L3 ആണ് ലൊക്കേഷൻ പറയുന്നത്. പക്ഷെ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. റൈറ്റ് കിഡ്നി ആണെങ്കിൽ L1 to L3യും ലെഫ്റ്റ് കിഡ്നി ആണെങ്കിലാണ് T12 to L3. ഓക്കെ, സോ റൈറ്റ് കിഡ്നി ഈസ് 1.2 centimeters ലോവർ ദാൻ ദ ലെഫ്റ്റ് കിഡ്നി. നമുക്കറിയാം ലൊക്കേഷൻ വൈസ്. സോ T12 to L3 കറക്റ്റ് നോക്കുവാണെങ്കിൽ അത് ലെഫ്റ്റ് കിഡ്നിയുടെ ലൊക്കേഷൻ ആണ്. റൈറ്റ് കിഡ്നി ഈസ് L1 to L3, L1, L2, L3. Then transpyloric plane passes through the upper part of the hilus of the right kidney and lower part of the hilus of the left kidney. Okay, then dimension, it is 11 centimeters length, 6 centimeters width and 3 centimeters thickness. 11 into 6 into 3. And weight important ആണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ഓഫ് അഡൾട്ട് കിഡ്നി 150 gram in male and 135 gram in female. Okay, and the color namukariam, it is reddish brown in color. And there are 12 lobules in fetal kidney, and these lobules gradually fuse after birth and form uniformly smooth kidney in adults. അവിടെ നിന്നും ഒരു MCQ പ്രതീക്ഷിക്കാം. നമ്പർ ഓഫ് lobules in fetal kidney, that is 12. Okay, number of lobules in fetal kidney is 12. Then നേരത്തെ പറഞ്ഞു bean shaped ആണ് or reniform shaped, and the structures passing through the hilum from anterior to posterior, it is renal vein, renal artery and renal pelvis. ഈ ഓർഡർ ഓർത്തിരിക്കുക, MCQ ആണ്. കറക്റ്റ് ഓർഡർ anterior to posterior. What are the structures passing through the hilum from anterior to posterior? ന്യൂമോണിക് വാപ്പ് ഓർത്തിരുന്നാൽ മതി. renal vein, renal artery and renal pelvis. Okay, vein, artery, pelvis. Then different capsules, like different coverings of kidney നോക്കുവാണെങ്കിൽ fibrous capsule ഉണ്ട്, then perirenal fat or perinephric fat, then renal fascia, then pararenal or paranephric body or fat. So different coverings of kidney. Then structure of kidney നമുക്കറിയാം, cortex and medulla. So outer reddish brown cortex, inner pale medulla and a space, that space is called renal sinus. And renal cortex consists of renal columns and cortical lobules. And each lobe of the kidney is pyramid and it overlies the cortical arch. And the renal sinus contains branches of the renal artery, tributaries of the renal vein and renal pelvis. And the renal pelvis consists of 2 to 3 major calyces and 7 to 13 minor calyces. ഇത് MCQ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Number of major calyces and minor calyces in renal pelvis. So 2 to 3 major calyces and 7 to 13 minor calyces. And coming to the structure of the uriniferous tubule, നമുക്കറിയാം each kidney contains 1 to 3 million uriniferous tubules, and each tubule has an excretory part and collecting part. And nephron has renal corpuscle. What is renal corpuscle?
made up of glomerulus and Bowman's capsule and renal tubule consisting of PCT, proximal convoluted tubule, Henle's loop and distal convoluted tubule. This is the excretory part. Then collecting part consisting of ducts of Bellini, which is formed by the union of DCTs, which opens into minor calyces. Okay, so excretory part and collecting part. Then coming to juxtaglomerular apparatus consisting of different types of cells, macula densa, juxtaglomerular cells and some agranular cells. ഡീറ്റെയിൽഡ് ആയിട്ട് ഫിസിയോളജിയിൽ പഠിക്കും. ജസ്റ്റ് ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. juxtaglomerular apparatus consisting of macula densa, juxtaglomerular cells and some agranular cells. Then kidney consisting of 5 segmental branches of renal artery which consist of 5 vascular segments. Okay. Then surgical point of view വരുന്ന ഫസ്റ്റ് കണ്ടീഷൻ ആണ് polycystic kidney. Polycystic kidney, also called congenital cystic kidney. It can be of autosomal dominant അല്ലെങ്കിൽ autosomal recessive. Autosomal recessive ആണെങ്കിൽ മിക്കവാറും early onset ആയിരിക്കും. Autosomal dominant ആണെങ്കിൽ late onset ആയിരിക്കും. So polycystic kidney can be autosomal dominant അല്ലെങ്കിൽ autosomal recessive. It can be associated with so many other conditions such as congenital polycystic disease of liver, congenital polycystic disease of pancreas and ovary or testis. And also what happens in polycystic kidney? It is due to the failure of some of the uriniferous tubules joined with the collecting ducts during development, and it is mostly common in females. Okay, females are affected more than males. And the autosomal recessive PKD is of 3 types. It can be fetal type, infantile type, adult type. Okay, and the main presenting feature is hematuria. It can be microscopic or macroscopic. 70 to 80% patients present with hematuria, and it can leads to secondary hypertension. 75% of people are affected with secondary hypertension. ഇതിൽ ഓർക്കേണ്ട മെയിൻ പോയിന്റ് IVU ഫൈൻഡിംഗ് ആണ്. ഇൻട്രാവീനസ് യൂറോഗ്രാമില് സ്പൈഡർ ലെഗ് ഡിഫോമിറ്റി ഓഫ് ദ കാലിസസ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സ്പൈഡർ ലെഗ് ഡിഫോമിറ്റി ഓഫ് ദ കാലിസസ് ഈസ് സീൻ ഇൻ പോളിസിസ്റ്റിക് കിഡ്നി. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ആണ് ഹോൾസ് ഷൂ കിഡ്നി. ഹോൾസ് ഷൂ കിഡ്നി. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ഹോൾസ് ഷൂ കിഡ്നി? The fusion occurs at lower pole. Okay, fusion occurs at lower pole. നമുക്കറിയാം നോർമലി നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ മീസോനെഫ്രിക് ബഡ് ചേഞ്ചസ് ഇൻ ടു യൂറീറ്റർ ആൻഡ് മെറ്റാനെഫ്രോസ് ചേഞ്ചസ് ഇൻ ടു കിഡ്നി. ബട്ട് ഇൻ ഹോൾസ് ഷൂ കിഡ്നി the fusion occurs at lower pole, and if the fusion occurs in the upper pole, it is called reverse horseshoe kidney. Okay, reverse horseshoe kidney. And it can be associated with other conditions like spina bifida, congenital hemivertebra, അതേപോലെ തന്നെ ടർണർ സിൻഡ്രോം, ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ്. ഇപ്പൊ മറ്റ് അബ്നോർമാലിറ്റീസുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരാം ഹോഴ്സ് ഷൂ കിഡ്നി. ആൻഡ് ഇതിൽ MCQ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ റോസിംഗ് സൈൻ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ്. Rousing sign is seen in horseshoe kidney. What is rousing sign? Hyperextension of the spine. It can cause abdominal pain, nausea and vomiting, which is due to stretching of the renal capsule. Okay, so rousing sign is seen in horseshoe kidney. അതേപോലെ IVU ഫൈൻഡിങ്, ഇൻട്രാവീനസ് യൂറോഗ്രാം നോക്കുവാണെങ്കിൽ upper and middle calyx directed laterally and lower calyx directed medially, and the main clinical features are recurrent UTI and hydronephrosis. Okay, so നേരത്തെ പറഞ്ഞ നമ്മൾ പോളിസിസ്റ്റിക് കിഡ്നിയിൽ മെയിൻ ഓർക്കേണ്ട പോയിന്റ് IVU ഫൈൻഡിങ് ആണ്, സ്പൈഡർ ലെഗ് ഡിഫോമിറ്റി ഓഫ് ദ കാലിസസ്. അതേപോലെ ഹോഴ്സ് ഷൂ കിഡ്നിയിൽ ഓർക്കേണ്ട പോയിന്റ് റോസിംഗ് സൈൻ ആണ്,
which is hyperextension of the spine can leads to abdominal pain, nausea and vomiting. Then main topic ആണ് renal stones. Question expect ചെയ്യാം. Renal stones. So mainly 4 types of stones ആണുള്ളത്. Calcium oxalate stone, uric acid stone, phosphate stone and cystine stone. Calcium oxalate stone is also called mulberry calculi. Okay, mulberry calculi. It is the most common stone. Very, very important. The most common renal stone is calcium oxalate stone. And it is irregular in shape and having sharp projections. It is hard, single and dark colored. Okay, which produces hematuria very early. And calcium oxalate stone occurs in infected urine. Okay, it occurs in infected urine and it can be visualized in plain X-ray KUB. Okay, plain X-ray KUB നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും oxalate stone ആണോ അല്ലെന്ന്. And if the calcium oxalate monohydrate crystals are there, it appears as dumbbell or hourglass shape. Calcium oxalate dihydrate crystals ആണെങ്കിൽ it appears as bipyramidal or enveloped. So most common type of renal stone is calcium oxalate stone or mulberry stone. രണ്ടാമത്തെയാണ് uric acid stone. അതിൽ തന്നെ ഉണ്ട് uric acid. It occurs in acidic urine. Okay, uric acid stone occurs in acidic urine. It is multiple small hexagonal faceted and yellow colored. Okay, yellow colored. നേരത്തെ പറഞ്ഞ നമ്മൾ കാൽഷ്യം ഓക്സാലേറ്റ് സ്റ്റോൺ ആണെങ്കിൽ ഡാർക്ക് കളേർഡ് ആണ്, യൂറിക് ആസിഡ് യെല്ലോ കളേർഡ് ആണ്. ആൻഡ് ദ പ്യുവർ യൂറിക് ആസിഡ് സ്റ്റോൺ ഈസ് റേഡിയോ ലൂസെന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, പ്യുവർ യൂറിക് ആസിഡ് സ്റ്റോൺ ഈസ് റേഡിയോ ലൂസെന്റ്. And it is mainly seen in those persons who are consuming red meat. Red meat കഴിക്കുന്ന ആൾക്കാരിൽ യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. So it can cause uric acid stone. And this type of stone is best responsive to lithotripsy. Okay, the best type of stone responsive to lithotripsy is uric acid stone. അത് ഓർത്തിരിക്കുക, ബെസ്റ്റ് റെസ്പോൺസീവ് ടു ലിത്തോട്രിപ്സി. മൂന്നാമത്തെയാണ് ഫോസ്ഫേറ്റ് സ്റ്റോൺ. ഫോസ്ഫേറ്റ് സ്റ്റോൺ സ്മൂത്ത് ആൻഡ് റൗണ്ട് ആണ്. It consisting of triple phosphate, that is calcium phosphate, magnesium phosphate and ammonium phosphate. Color നോക്കുകയാണെങ്കിൽ dirty white to yellow colored ആണ്. Dirty white to yellow colored and it occurs in the renal pelvis and also in alkaline urine. Uric acid stone occurs in acidic urine. Phosphate stone occurs in alkaline urine and it can occupy the entire renal pelvis leading to Staghorn calculus. Okay, Staghorn calculus or struvite stone. Okay, struvite stone. It is nothing but phosphate stone. ഇനി നാലാമത്തെയാണ് cystine calculus. Cystine calculus occurs in cystinuria. Okay, cystinuria. അതായത് those persons who are lacking methionine in their diet, low methionine diet, and also occurs in alkaline urine. Commonly seen in girls, young girls at puberty, and it is hard and radio opaque due to the presence of sulfur in cystine. Cystine namukariya, it is a sulfur containing amino acid. So due to sulfur it is also radio opaque and it is not responsive to ESWL, extracorporeal shockwave lithotripsy. It is not responsive and the shape is hexagonal or benzene ring. The crystals are hexagonal or benzene ring shaped. So ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 ടൈപ്പ്. പിന്നെയുണ്ട് സാന്തൈൻ സ്റ്റോൺ ഉണ്ട്, which occurs in xanthinuria. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ മെയിൻലി 4 ടൈപ്പ് ഓഫ് renal stones ആണ്: കാൽഷ്യം ഓക്സാലേറ്റ്, യൂറിക് ആസിഡ്, ഫോസ്ഫേറ്റ് ആൻഡ് സിസ്റ്റൈൻ. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, which is the radiolucent stone? That is uric acid stone. Okay, radiolucent stone is uric acid stone and best responsive to lithotripsy is also uric acid stone. അതൊന്നും ഓർത്തിരിക്കുക. And mulberry calculi is
Nothing but calcium oxalate stone. Okay, then next topic is renal tuberculosis. Very, very important. Renal tuberculosis. 1-2-3 points main ആയിട്ട് പറയുന്നുണ്ട്. So it mainly occurs through blood spread. So hematogenous infection ആണ്. Most common route of spread is through blood. Okay, hematogenous infection ആണ്. Two types are there, ulcerative form and ulcero-cavernous form. Okay, ulcerative form and ulcero-cavernous form. And the main feature is pseudocalculi formation in the parenchyma of kidney. Pseudocalculi formation. And it can also lead to tubercular pyonephrosis. Tubercular pyonephrosis, and it is called caseous kidney, putty kidney, cement kidney. Terms ഓർത്തിരിക്കുക. Caseous kidney, putty kidney, cement kidney. It is nothing but a calcification. Okay, calcified kidney. That is cement kidney means calcified kidney. Calcification occurs in renal TB. And autonephrectomy is a feature because of fibrosis. Okay, autonephrectomy. It can lead to parenchymal fibrosis and obstructive uropathy. Then the kidney will be very small, fibrosed, contracted, functionless. Okay, small, fibrosed, contracted, functionless kidney, and it is characterized by sterile pyuria, and the culture medium is Lowenstein-Jensen media. Okay, culture media is Lowenstein-Jensen media. And 2 points വളരെ important ആണ്. ഗോൾഫ് ഹോൾ യുറീറ്റർ ആൻഡ് തിമ്പിൾ ബ്ലാഡർ. ഗോൾഫ് ഹോൾ യുറീറ്റർ മീൻസ് നേരത്തെ പറഞ്ഞു, the ureter will be very small, contracted. That is called golf hole ureter. Contracted ureter. Okay, contracted ureter. So thimble bladder means what? It is a small non-functioning urinary bladder. That is called thimble bladder. So contracted ureter is called golf hole ureter. Small non-functioning urinary bladder is called thimble bladder, and these are the features of renal tuberculosis. So main points on the caseous kidney, അല്ലെങ്കിൽ putty kidney or cement kidney, also golf hole ureter and thimble bladder, characteristic of renal tuberculosis. Then next topic ആണ് Wilms tumor. Okay, Wilms tumor is nothing but nephroblastoma. Wilms tumor, also called nephroblastoma, and it commonly affects the female children of age 2 to 4 years. Okay, female children between 2 to 4 years of age, and the maximum limit is up to 7 years. That means it is commonly seen in children. Okay, children are affected. It consists of, the tumor consists of epithelial tissues and mesothelial tissues. What is the meaning of nephroblastoma? Immature embryonic tissue. Nephroblastoma means immature embryonic tissue consisting of epithelial tissue and mesothelial tissue. And the main feature is reniform shape is distorted. The normal shape of the kidney is distorted in Wilms tumor. കാരണം the tumor grows within the capsule. So shape നഷ്ടപ്പെടുന്നു in Wilms tumor. Why? Because the tumor grows within the capsule. And the microscopy feature is, it consisting of different types of connective tissue elements such as cartilage, smooth muscles, striated muscle cells, epithelial elements. So different types of connective tissue elements can be seen in microscopy. Okay, and if the onset is less than 1 year of age, it is having good prognosis, and it is rarely seen in adolescents. Okay, rarely seen in adolescents. And the main presenting feature is abdominal distension. Abdominal distension, and it is rarely bilateral. Mainly it is affected unilaterally. Only one side is affected, and rarely it can be bilateral. And if
the tumor rupture into the pelvis, hematuria can be there. Okay, and 15% of patients have a calcification. Okay, it can leads to hematuria, abdominal distension, calcification, and also it can spread to other organs like aorta, inferior vena cava, etc. So different types of spread is, it can be due to lymphatic spread, hematogenous spread, or direct infiltration of the capsule. So main points, Wilms tumor is the epithelial and mesothelial tumor in which reniform shape is distorted. Okay, reniform shape of the kidney is distorted, and it is also called nephroblastoma, which means immature embryonic tissue. Why? Because the microscopy contains different connective tissue elements like cartilage, striated muscle cells, smooth muscle cells, and epithelial cells. Then next tumor ആണ് RCC, that is renal cell carcinoma. It is also called hypernephroma or Gravid's tumor. Synonymous ആണ്. ചിലപ്പോൾ ഇവിടെ നിന്നും MCQ ചോദിക്കാം. Gravid's tumor is, it is nothing but renal cell carcinoma or hypernephroma. It is common in age group 40 to 60 years. Males are affected more than females. In the ratio 2:1. Okay, and the most common site is upper pole of the kidney. Most common site of RCC is upper pole of the kidney, and the most common presentation is abdominal mass in abdomen. Okay, and it can occur familial. Okay, familial RCC can be there, and the most common affected people are leather workers who are working in leather factories. Cadmium exposure can lead to RCC, analgesic abusers, and also persistent coffee drinkers. Okay, coffee drinking can also predispose to RCC. And the most common method of spread is hematogenous spread, and the most common type of carcinoma is adenocarcinoma, affecting proximal renal tubular epithelium. So PCT, most commonly affected area is PCT. Okay, proximal convoluted tubule. In RCC, the reniform shape is maintained. നേരത്തെ പറഞ്ഞ നമ്മൾ in Wilms tumor, reniform shape is distorted. Why? Because the tumor grows within the capsule. But in RCC, the reniform shape is maintained. Why? Because the tumor ruptures outside the capsule. അപ്പോൾ അത് ഓർത്തിരിക്കുക ആ പോയിന്റ്. RCC reniform shape is maintained, but in Wilms tumor, reniform shape is distorted. Okay, and there are different subtypes of RCC. Okay, like clear cell carcinoma, which is the most common type of RCC. MCQ ആണ്, which is the most common type of renal cell carcinoma. It is clear cell carcinoma. 70 to 80% clear cell carcinoma ആണ്. Medullary carcinoma ഉണ്ട്. പക്ഷെ most common subtype of RCC is clear cell carcinoma. Then triad of symptoms: pain, intermittent hematuria, and palpable mass. Okay, and the criteria used for staging is Robson's staging ആണ്. Just പേര് മാത്രം ഓർത്തിരിക്കോ, Robson's staging. Okay, Robson's staging is used for staging the types of RCC. Okay, Robson's staging. And investigation of choice നോക്കുവാണെങ്കിൽ നമുക്ക് CECT, okay, contrast enhanced CT scan പറയാം. And treatment mainly nephrectomy ആണ്. Okay, radical nephrectomy. Okay, then സോ അത്രയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് റിഗാർഡിംഗ് കിഡ്നി. ഇപ്പൊ കിഡ്നിയിൽ ഓർക്കേണ്ടത് മെയിൻ ആയിട്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഓർക്കുക, അതിനകത്ത് സ്പൈഡർ ലെഗ് ഡിഫോമിറ്റി, അതേപോലെ ഹോഴ്സ് ഷൂ കിഡ്നിക്കകത്ത് റോസിംഗ് സൈൻ ഓർത്തിരിക്കുക. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റീനൽ സ്റ്റോൺസ്. മോസ്റ്റ് കോമൺ കാൽഷ്യം ഓക്സാലേറ്റ് ആണ്. അതേപോലെ തന്നെ റേഡിയോ ലൂസെന്റ് സ്റ്റോൺ യൂറിക് ആസിഡ് സ്റ്റോൺ ആണ്.
ബെസ്റ്റ് റെസ്പോൺസീവ് ടു ലിത്തോട്രിപ്സിയും യൂറിക് ആസിഡ് സ്റ്റോൺ ആണ്. ട്രിപ്പിൾ ഫോസ്ഫേറ്റ് സ്റ്റോൺ ആണ് ഏത് സ്റ്റാഗ്ഹോൺ കാൽക്കുലസ് അല്ലെങ്കിൽ സ്ട്രൂവൈറ്റ് സ്റ്റോൺ. ഓക്കെ, പിന്നെ നമ്മൾ റീനൽ ട്യൂബർക്കുലോസിസ് പറഞ്ഞു. അതിനകത്ത് ഓർക്കേണ്ട പോയിന്റ്സ് കേഷ്യസ് കിഡ്നി അല്ലെങ്കിൽ പുട്ടി കിഡ്നി, സിമെന്റ് കിഡ്നി, അതേപോലെ ഗോൾഫ് ഹോൾ യുറീറ്റർ, ദെൻ തിമ്പിൾ ബ്ലാഡർ. അതിനുശേഷം പറഞ്ഞത് നിയോപ്ലാസംസ് ഓഫ് ദ കിഡ്നി ആണ്. അതിൽ 2 മാലിഗ്നന്റ് നിയോപ്ലാസം ആണ് വിൽംസ് ട്യൂമർ ആൻഡ് renal cell carcinoma. Wilms tumor mainly children are affected. Reniform shape is distorted. Okay, most common presenting symptom is abdominal distension. Then RCC ആണെങ്കിൽ hypernephroma അല്ലെങ്കിൽ gravis tumor. Age group 40 to 60 years ആണ്. Most common site upper pole of the kidney ആണ്. Most common presentation same mass in abdomen ആണ്. ഇവിടെ reniform shape of the kidney is maintained. Then most common type adenocarcinoma ആണ്. Subtype clear cell carcinoma ആണ്. Most common site of adenocarcinoma is PCT, proximal convoluted tubule. Then staging ന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആണ് റോബ്സൺസ്. ഓക്കെ, റോബ്സൺസ് സ്റ്റേജിങ്. ഓക്കെ, നെക്സ്റ്റ് യൂറിനറി ബ്ലാഡർ ആണ്. ബ്ലാഡറിന്റെ സർജിക്കൽ അനാട്ടമി നോക്കുവാണെങ്കിൽ ബ്ലാഡർ ഈസ് ലൈൻഡ് വിത്ത് ട്രാൻസിഷണൽ എപ്പിത്തീലിയം ആൻഡ് സപ്ലൈഡ് ബൈ detrusor muscle. It is a smooth muscle. Okay, detrusor muscle having intermingled fibers. So detrusor muscle ഉണ്ട്. Then main area is trigone. Trigone എന്താണ്? It is triangular area between the internal urethral orifice and the orifices of the ureter. That is trigone. It is the most sensitive part of the bladder. ബ്ലാഡറിന്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് ട്രിഗോൺ. ആൻഡ് ഇഫ് ട്രിഗോൺ is irritated, it can leads to frequency of micturition. Okay, irritation of the trigone leads to increased frequency of micturition. And different supports are there for bladder. Posteriorly endopelvic fascia ഉണ്ട്, anteriorly puboprostatic ligaments ഉണ്ട്, and also median and lateral ligaments called false ligaments. And blood supply through superior and inferior vesical arteries, which is a branch of artery. Okay, then lymphatic drainage നോക്കുവാണെങ്കിൽ ഇന്റേണൽ ഇലിയാക് നോഡ്സ് ആണ്. അതേപോലെ തന്നെ ഒപ്രേറ്റർ നോഡ് ഉണ്ട്, എക്സ്റ്റേണൽ ഇലിയാക് ലിംഫ് നോഡ്സ് ഉണ്ട്. മെയിൻലി ഡ്രെയിൻ ടു ഇന്റേണൽ ഇലിയാക് നോഡ്സ്. സോ യൂറിനറി ബ്ലാഡറിന്റെ സർജിക്കൽ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് കാർസിനോമ ബ്ലാഡർ ആണ്, CA ബ്ലാഡർ. ഓക്കെ, CA ബ്ലാഡറിൽ മോസ്റ്റ് കോമൺലി അനിലീൻ ഡൈ വർക്കേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അനിലീൻ ഡൈ വർക്കേഴ്സ്, അതേപോലെ തന്നെ ക്രോണിക് സിഗരറ്റ് സ്മോക്കേഴ്സ്, ലെതർ ഇൻഡസ്ട്രി വർക്കേഴ്സ്, പെയിന്റ്, റബ്ബർ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചാൻസ് കൂടുതലാണ്. ഓക്കെ, CA ബ്ലാഡർ. സോ മെയിൻലി അനിലീൻ ഡൈ വർക്കേഴ്സ് ഡ്യൂ ടു എന്തുകൊണ്ടാണ്? ഡ്യൂ ടു എക്സ്പോഷർ ഓഫ് ബെൻസിഡീൻ. ഓക്കെ, ബെൻസിഡീൻ ആൻഡ് നാഫ്തൈൽ അമൈൻ, they are carcinogenic in nature. Okay, and the most common histological type is transitional cell carcinoma. Very very important. Okay, most common histological type of CA bladder is transitional cell carcinoma. നമ്മൾ നേരത്തെ കിഡ്നി പഠിച്ചു. കിഡ്നിയിൽ ഏതായിരുന്നു? അഡിനോ കാർസിനോമയാണ്. ഇവിടെ ട്രാൻസിഷണൽ സെൽ കാർസിനോമയാണ് മോസ്റ്റ് കോമൺ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഷിസ്റ്റോസോമിയാസിസ്, ഓക്കെ, ഷിസ്റ്റോസോമിയാസിസ്, it is of squamous cell carcinoma. ആ ഡിഫറൻസ് ഓർത്തിരിക്കുക. മോസ്റ്റ് കോമൺ ഹിസ്റ്റോളജിക്കൽ ടൈപ്പ് ട്രാൻസിഷണൽ സെൽ കാർസിനോമ ആണ്. പക്ഷേ ഷിസ്റ്റോസോമിയാസിസ് can leads to squamous cell carcinoma. The 90% people are presenting with painless intermittent hematuria. Okay, painless intermittent hematuria. Okay, then the gold standard investigation of choice is cystoscopy ആണ്. And if we have to know the spread of the tumor, CT scan is used. Okay, so investigation of choice cystoscopy ആണ്.
സ്പ്രെഡ് അറിയാൻ വേണ്ടിയിട്ട് CT സ്കാൻ യൂസ് ചെയ്യാം. ഇവിടെയും ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കാർസിനോമ ഉണ്ട്. നേരത്തെ പറഞ്ഞു നമ്മള് RCCയിലും ക്ലിയർ സെൽ ടൈപ്പ് ഉണ്ടായിരുന്നു, മെഡുലറി ഉണ്ടായിരുന്നു, ക്രോമോഫോബ്. അതേപോലെ CA ബ്ലാഡറിൽ നമുക്ക് മോസ്റ്റ് കോമൺ ട്രാൻസിഷണൽ സെൽ കാർസിനോമയാണ്. അത് കൂടാതെ ഇവിടെയും സ്ക്വാമസ് സെൽ കാർസിനോമയുണ്ട്, അഡിനോ കാർസിനോമയുണ്ട്, മിക്സ്ഡ് വെറൈറ്റി ഉണ്ട്, അൺഡിഫറൻഷിയേറ്റഡ് കാർസിനോമയുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ ഇസ് ട്രാൻസിഷണൽ സെൽ കാർസിനോമ. ആൻഡ് ഇവിടെ സ്റ്റേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജെവറ്റ്, സ്ട്രോങ് ആൻഡ് മാർഷാൽ സിസ്റ്റം. പേര് മാത്രം ഓർത്തിരിക്കുക. ജെവറ്റ്, സ്ട്രോങ് ആൻഡ് മാർഷാൽ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ക്ലിനിക്കൽ സ്റ്റേജിങ്. നേരത്തെ നമ്മൾ RCC പറഞ്ഞു, അതിലെന്താണ് റോബ്സൺസ് സ്റ്റേജിങ് ആയിരുന്നു, റോബ്സൺസ് സ്റ്റേജിങ്. ഇവിടെ CA ബ്ലാഡറിൽ ജെവറ്റ്, സ്ട്രോങ് ആൻഡ് മാർഷാൽ സിസ്റ്റം. ഓക്കെ, ദെൻ അടുത്ത കണ്ടീഷനാണ് എക്ടോപിയ വെസൈക്കെ. എക്ടോപിയ വെസൈക്കെ എന്താണ്? എക്ടോപിയ വെസൈക്കെ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫെയിലിയർ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ലോവർ അബ്ഡോമിനൽ വാൾ ആൻഡ് ആന്റീരിയർ വാൾ ഓഫ് ദ യൂറിനറി ബ്ലാഡർ. ഓക്കെ, ലോവർ അബ്ഡോമിനൽ വാളും അതേപോലെ യൂറിനറി ബ്ലാഡറിന്റെ ആന്റീരിയർ വാൾ pubic symphysis is not formed. ഇൻകംപ്ലീറ്റ് ടൈപ്പ് ആണെങ്കിൽ pubic symphysis അതേപോലെ penis and clitoris in female is normal. Okay, so two types, complete and incomplete ectopia vesaike. And the most common symptom is what? Constant dribbling of urine outside. Okay, constant dribbling of urine outside. And in female children it can lead to absence of the umbilicus, and in male children the penis will be rudimentary. Okay, rudimentary penis in male, umbilicus absent in female children. It can lead to recurrent attack of UTI, and also it can lead to complications like adenocarcinoma. Then it can lead to dermatitis of the skin due to frequent dribbling of the urine. Okay, and the external genitalia will be poorly developed. So it is ectopia vesaike, most commonly seen in male children. Okay, male children. Then some points regarding the most common organism causing acute cystitis is Escherichia coli. 80% of acute cystitis is caused by Escherichia coli. Frequently ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ മോസ്റ്റ് കോമൺ ഓർഗാനിസം ഓഫ് acute cystitis. Okay, and there is a term called Hunner's ulcer. ഇതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Hunner's ulcer. Hunner's ulcer is nothing but interstitial cystitis. Okay, Hunner's ulcer is interstitial cystitis. It is a variant of cystitis. Cystitis നമുക്കറിയാം inflammation of the urinary bladder. അതിന്റെ ഒരു വേരിയന്റ് ഫോം ആണ് Hunner's ulcer, which occurs in middle-aged women. Okay, so there will be repeated attacks of severe and excruciating pain on distension of the bladder, and the frequency of micturition will be increased, and the bladder capacity will be decreased. Okay, that is Hunner's ulcer. The etiology is unknown actually, but there is a neurogenic theory. Okay, neurogenic origin പറയുന്നുണ്ട്. ആൻഡ് സിസ്റ്റോസ്കോപ്പി നോക്കുവാണെങ്കിൽ ഒരു ലോക്കലൈസ്ഡ് അൾസർ കാണാൻ പറ്റും ബ്ലാഡറിൽ. ठीक है, so Hunner's ulcer is nothing but interstitial cystitis. ഓർത്തിരിക്കുക. Then urinary bilharziasis is caused by schistosoma hematobium. നേരത്തെ പറഞ്ഞു നമ്മൾ അല്ലേ, bilharziasis or schistosomiasis which is caused by hematobium. Species is Schistosoma hematobium. എന്താണ് ഷിസ്റ്റോസോമ ഹെമറ്റോബിയം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെസൈക്കൽ ബ്ലഡ് ഫ്ലൂക്ക് ആണ്. ഓക്കെ, വെസൈക്കൽ ബ്ലഡ് ഫ്ലൂക്ക് ആണ്.
which cause urinary bilharziasis അല്ലെങ്കിൽ ഷിസ്റ്റോസോമിയാസിസ്, ഹെമറ്റോബിയ, പലതരത്തിലുള്ള പേരുകളുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ്സ് ടു what? It's a pre-malignant condition. It can leads to CA. Okay, it can leads to CA bladder. It is a pre-malignant condition. Okay, pre-malignant condition, and the main presenting complaint is same: painless terminal hematuria. Painless terminal hematuria. Okay. So that is about the urinary bladder. So bladder main ഓർക്കാനുള്ളത് ഒന്ന് CA bladder ആണ്. CA bladder most common CA bladder is transitional cell carcinoma, and if it is due to schistosomiasis, it is squamous cell carcinoma. ഓർത്തിരിക്കുക. പിന്നെ മെയിൻ ഇൻകേഴ്സ്, പിന്നെ then clinical feature 90% initial symptom painless intermittent hematuria. വളരെ important is the length of 3 centimeter. We can divide the male urethra into anterior and posterior urethra. Anterior is also called bulbopenile urethra, and posterior is also called prostatomembranous urethra. Okay, and the male urethra is supplied by internal pudendal artery. Internal pudendal artery, and the veins drains into Santorinus plexus around the bladder, neck, and prostate. Okay, veins drains into Santorinus plexus. Then female urethra is short ആണ്, only 4 centimeter ആണ് ലെങ്ത് പറയുന്നത്, ഡയമീറ്റർ 6 millimeter ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ഫീമെയിൽ യുറീത്ര ഇറ്റ് ഈസ് 4 centimeter. ലെങ്ത് ഓഫ് മെയിൽ യുറീത്ര ഇറ്റ് ഈസ് 14 to 16 centimeter. Then some main points ആണ്. Most common urethral injury. Most common urethral injury is rupture bulbar urethra. Okay, most common urethral injury is rupture bulbar urethra. Complete transection can leads to floating prostate per rectum. Okay, complete transection can leads to floating prostate per rectum. That is called Vermeuten's sign. Very, very important. Okay, Vermeuten's sign. So what is Vermeuten's sign? That is complete transection of the urethra can leads to floating prostate per rectum. That is called Vermeuten's sign. It is mostly seen in rupture urethra. Okay, rupture urethra. Then what is hypospadias? Hypospadias means the external meatus is situated in the under surface of penis. That is called hypospadias. Hypo means under. So the external meatus is situated in the under surface of penis. Different types of hypospadias are there. Glandular, which is the most common, coronal, penile, and pinosacral or perineal. Okay, then glandular ആണ് most common type of hypospadias. ഇവിടെ the meatus is located a few millimeter away from the normal site within the glands. Glandsൽ തന്നെയാണ് ഓപ്പണിംഗ് ഉള്ളത് ഗ്ലാൻഡുലർ വെറൈറ്റിയിൽ. കൊറോണൽ ആണെങ്കിലോ between the junction of glans penis and shaft of penis. That is coronal. Penile means എന്താണ്? Somewhere in the under surface of the penis. എവിടെയാണെങ്കിലും ആവാം. That is penile. And pinosacral, pinoscrotal, it is not sacral, pinoscrotal അല്ലെങ്കിൽ perineal എന്താണ്? It is entire urethra is not developed. Okay, so in pinoscrotal or perineal variety urethra is not there, it is not developed at all. Okay, so the main clinical feature of hypospadias is called chordee. കേട്ട് കാണും chordee, CHORDEE.
Chordy എന്താണ്? It is bending of penis. The penis will be bended. That is called a chordy. Okay, it's the clinical feature of hypospadias. And one more point is there. Circumcision should not be done in hypospadias. Or there is no role of circumcision in hypospadias. Circumcision can be done in phimosis, paraphimosis, etc. But in hypospadias, there is no role for circumcision. Okay. Then, and there is one more point in posterior urethral valve. Okay, that is called a cricket ball bladder. Okay, one word question ചോദിക്കാൻ chance ഉണ്ട്. Cricket ball bladder is seen in which condition? That is posterior urethral valve. What is actually this condition? It is the congenital symmetrical valves in the posterior urethra. That is posterior urethral valve, and it can lead to thickening of the bladder wall. Thickening of the bladder wall, and that is called a cricket ball bladder. Okay, thickened bladder wall seen in posterior urethral valve. That is called a cricket ball bladder. Okay. Then, next point, investigation of choice for vesico-ureteric reflex. Vesico-ureteric reflex. എന്താണ് vesico-ureteric reflex എന്ന് വെച്ചാൽ? That is vesico-ureter. That means retrograde flow of urine from the bladder into the kidneys. Okay, retrograde flow of urine from the bladder into the kidneys is called vesico-ureteric reflex. Okay, so this due to lack of adequate submucosal tunnel for ureter. So it can lead to what? Backflow of urine. Okay, backflow of urine from bladder into kidney. That is vesico-ureteric reflex. And the investigation of choice for vesico-ureteric reflex is MCU, micturating cysto-ureterogram. Okay, micturating cysto-ureterography or VCUG, that is voiding cysto-ureterography. Okay, micturating or voiding. So, the orthirikanda point ആണ് Vermoutin sign is seen in complete transection of urethra, or we can say it is in urethral rupture. And hypospadias, most common variety is glandular, and cricket ball bladder is seen in posterior urethral valve. Okay. Next ആണ് prostate and seminal vesicles. So prostate develops around 12th week of intrauterine life, and prostate consists of 5 lobes. Very, very important. 5 lobe ഉണ്ട്. Okay, ഒരു anterior, ഒരു posterior, 2 lateral, and ഒരു median അല്ലെങ്കിൽ middle lobe. Weight of the prostate is 8 gram ആണ്. Dimension 4 cm width, 3 cm length, 2 cm thickness ആണ്. ഇവിടെ width is more than length. ലെങ്ത്തിനേക്കാളും കൂടുതൽ width ആണ് ഉള്ളത്. Okay. And the fascia of Denon-Villiers separates posterior surface of prostate from the rectum. So posterior surface of the prostate is separated from the rectum by fascia of Denon-Villiers. Okay. According to McNeil, different types of zones are there in prostate. 70% peripheral zone ആണ്, 25% central zone ആണ്, ബാക്കി 5% പെരിയുറീത്രൽ ട്രാൻസിഷൻ സോൺ ആണ്. ഓക്കെ, ഇനി സ്ട്രക്ചറൽ സോൺസ് നോക്കുകയാണെങ്കിൽ ഔട്ടർ ലാർജർ സോൺ ആൻഡ് ഇന്നർ സ്മോളർ സോൺ. ഓക്കെ, ഔട്ടർ ലാർജർ സോൺ ആൻഡ് ഇന്നർ സ്മോളർ സോൺ. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇൻ പ്രോസ്റ്റേറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 2 കണ്ടീഷനാണ് ഇമ്പോർട്ടന്റ്. ഒന്ന് BPH, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ, and CA prostate. So always remember BPH occurs in the inner adenomatous zone. അത് മിഡിൽ ലോബ്, മീഡിയൻ ലോബിലാണ് എന്ത് BPH. പക്ഷെ CA prostate affects ഔട്ടർ നോൺ അഡിനോമാറ്റസ് സോൺ അല്ലെങ്കിൽ പെരിഫറൽ സോൺ.
സോ ഔട്ടർ സോണിൽ CA പ്രോസ്റ്റേറ്റും ഇന്നർ സോണിലാണ് BPH. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഇന്നർ അഡിനോമാറ്റസ് സോണിൽ BPH, ഔട്ടർ നോൺ അഡിനോമാറ്റസ് സോൺ അല്ലെങ്കിൽ പെരിഫറൽ സോണിലാണ് CA പ്രോസ്റ്റേറ്റ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. Then 3 lobes of glandular tissue are there, that is lateral, 2 lateral and 1 median. നേരത്തെ പറഞ്ഞു. So true and false capsules are there lined by prostate, and medial and lateral puboprostatic ligaments are there. Blood supply is from branches of inferior vesicle, middle rectal and internal pudendal artery. And veins നോക്കുവാണെങ്കിൽ vesicle and internal iliac veins. Then coming to seminal vesicles, they are the 2 lobulated sacs situated between bladder and rectum, 5 centimeters long, and it is the secretions are slightly alkaline. Why? It is due to fructose and vesiculase, the enzyme vesiculase. Okay, so vesiculase enzyme is secreted by seminal vesicle. Then coming to benign prostatic hyperplasia, നമ്മൾ എറ്റിയോപെത്തോജെനിസിസ് നോക്കുകയാണെങ്കിൽ ഹോർമോണൽ തിയറി പറയുന്നുണ്ട്, അതേപോലെ തന്നെ നിയോപ്ലാസ്റ്റിക് തിയറി പറയുന്നുണ്ട്. ഹോർമോണൽ തിയറിയിൽ സ്റ്റിമുലേഷൻ ഓഫ് പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ് ബൈ ഈസ്ട്രോജൻ ആണ്. നിയോപ്ലാസ്റ്റിക് തിയറി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫൈബ്രോ മയോ അഡിനോമ. ഓക്കെ, BPH ഈസ് എ fibromuscular and glandular elements of prostate. Fibromyoadenoma, fibrous, muscular and glandular elements proliferation. Okay, and the secondary effects can be in urethra, bladder, ureter and kidney. So different types of symptoms will be there, like frequency, urgency, hesitancy. Okay, and the investigation is uroflowmetry, and the surgical treatment is TURP. So you come transurethral resection of prostate ആണ് TURP. Transurethral resection of prostate, it is TURP. Okay, then CA prostate common in above 65 years of age men, and the most common variety is adenocarcinoma. In CA prostate, acid phosphatase is increased. Very very important. Acid phosphatase is increased. Other conditions in which acid phosphatase is increased are Paget's disease of bone, acute prostatitis and liver cirrhosis. Okay, and if acid phosphatase is 1 to 3 King Armstrong, it is suggestive of CA prostate. പിന്നെ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ പറഞ്ഞു PSA. It is elaborated by columnar prostatic acinar epithelial cells ആണ്. If it is above 10, we can say it is suggestive of CA prostate. Normal 0 to 4 നേരത്തെ പറഞ്ഞു. So above 10 ആണെങ്കിൽ suggestive ആണ് CA prostate. And the spread and prognosis is determined by Gliasen score. Very very important ആണ് MCQ. Gliasen score is used for CA prostate. Okay, Gliasen score is used for CA prostate. നമ്മൾ നേരത്തെ റോബ്സൺസ് സ്റ്റേജിംഗ് പറഞ്ഞു. റോബ്സൺ സ്റ്റേജിംഗ് എവിടെയാണ്? ഇൻ RCC ആണ്, റീനൽ സെൽ കാർസിനോമ, റോബ്സൺസ് സ്റ്റേജിംഗ്. അതേപോലെ CA ബ്ലാഡറിൽ പറഞ്ഞു ജെവറ്റ് സ്ട്രോങ് ആൻഡ് മാർഷാൽ സിസ്റ്റം. ഇവിടെ ഗ്ലിയാസൻ സ്കോർ ആണ് CA prostate. Okay. Then coming to surgical anatomy of the penis. So penis consists of a root and body. Root in which 2 crura and 1 bulb, and each crest is covered by ischio-cavernous and the bulb is covered by bulbospongiosus. And the body, right and left corpora cavernosa and median corpus spongiosum. And what is glans penis? It is the expanded conical enlargement of terminal part of the corpus spongiosum. Okay, and what is corona gland is? It is the projecting margin of the base of the glands
penis. The anatomic terms are. Then prepuce, foreskin, and the glans penis is covered by prepuce or foreskin. And what is frenulum? It is the median fold of skin on the under surface of the glans. It is called frenulum. And what is preputal sac? It is the potential space between glans, penis, and prepuce. That is called preputal sac. And what is smegma? It is nothing but a sebaceous material. Okay. And there is a term called Buck's fascia. MCQ ആണ്. Buck's fascia is the fascia of the penis. Okay, Buck's fascia. And the deep artery of the penis is called helicine arteries. Very, very important. Helicine arteries are seen in penis. And the glans penis is drained into deep inguinal nodes. That is called gland of Cloquet. Gland of Cloquet. Gland of Cloquet in penis. Okay. Then what is phimosis? It is the inability to retract the prepucial skin. That is called phimosis. It can be due to congenital. Most common cause of congenital. Okay. It can be due to CA penis, Shanger, or balanopostitis due to diabetes mellitus. Different etiology. Then what is paraphimosis? It is the retracted prepuce cannot be pulled forwards. Just opposite. Okay. Paraphimosis means the prepuce is retracted but it cannot be pulled forwards. And the most common type of CA penis is squamous cell carcinoma. Okay, squamous cell carcinoma. And there are some pre-malignant conditions which can lead to squamous cell carcinoma, like genital warts. That is called Buschke-Lowenstein tumor. Buschke-Lowenstein tumor is seen in penis. Answer is penis. അതേപോലെ erythroplasia of Coyart. ചോദിച്ചാണ് erythroplasia of Coyart. It is also seen in penis. It is nothing but a Paget's disease of penis. നമുക്ക് Paget's disease of nipple അറിയാം, bone അറിയാം. അതേപോലെ Paget's disease of penis ആണ് erythroplasia of Coyart. Then leukoplakia and Bowen's disease, like eczema. It's an eczematous plague. Bowen's disease. These are the different pre-malignant lesions. Okay. Next term ആണ് Peyronie's disease. Peyronie's disease. It is nothing but penile fibromatosis. Penile fibromatosis is called Peyronie's disease. It can be due to past trauma, venereal diseases, or it can be associated with the Dupuytren's contracture, retroperitoneal fibrosis, and plantar fasciitis. Okay. And what is the main peculiarity? Hard plaques of fibrosis can be there in the sheath of corpora cavernosa. Hence the name penile fibromatosis. And two operations are there: Nesbit's operation and Gelhardt's operation. Nesbit's operation is performed for, that is Peyronie's disease. Okay, Nesbit's operation and Gelhardt's operation. Next, coming to testis. Testis surgical anatomy. It is a male gonad suspended in the scrotum by the spermatocord. Dimension 3.55 centimeter into 2.5 centimeter into 1.8 centimeter. Oval shaped ആണ്. Weight 10 to 15 gram ആണ്. നേരത്തെ പ്രോസ്റ്റേറ്റ് വെയിറ്റ് പറഞ്ഞു 8 gram. ഇവിടെ 10 to 15 gram ആണ് ടെസ്റ്റിസിന്റെ വെയിറ്റ്. കവറിങ്സ് നമുക്കറിയാം 3 കവറിങ്സ് ആണ്: tunica vaginalis, albuginia and vasculosa. Outermost tunica vaginalis, middle tunica albuginia and inner tunica vasculosa. Arterial supply by testicular artery, venous drainage via pampiniform plexus, and lymphatic drainage pre-aortic and para-aortic groups of lymph nodes. Then epididymis surgical anatomy. It is 6 meters, 20 feet long, consisting of 3 parts: head, body, and tail. It is lined by pseudo-stratified columnar epithelium with the stercocelia. And it is the reservoir of spermatozoa, means sperm are
stored in epididymis and supplied by testicular artery and also collection of fluid in the tunica vaginalis. Called hydrocele. Different types congenital hydrocele and here the scrotum underneath the anterior of canal of neck. It is there will be a swelling in the inguinal region in female, that is hydrocele of canal of neck. Then primary vaginal hydrocele, it is the most common type of hydrocele in young adults, middle age and beyond. That is primary, or we can say idiopathic vaginal hydrocele. It is an acquired hydrocele. Then secondary hydrocele can be due to some other causes like recurrent epididymoorchitis due to filariasis, tuberculosis. Okay, due to some other reason, there will be hydrocele. That is secondary hydrocele. Okay. Then different types of cystic swellings in the scrotum ആണ് പറയുന്നത്. ഹൈഡ്രോസിൽ നേരത്തെ പറഞ്ഞു. And spermatocele and sebaceous cyst is a type of retention cyst. Then epididymal cyst and cyst of the hydatid of Morgagni, they are congenital cyst of the scrotum. Then it can be due to tuberculosis. And also very important point, in epididymal cyst on transillumination test, there will be Chinese lantern pattern. Okay, so in transillumination, there will be Chinese lantern pattern that will be brilliant. The pattern is brilliant in epididymal cyst. Chinese lantern pattern on transillumination is seen in epididymal cyst. Then undescended testis. നമുക്കറിയാം testis is developed from genital tubercles ആണ്. And the normal descent of testis നോക്കുവാണെങ്കിൽ at the month of 7th month it is in the deep inguinal ring, 8th month inguinal canal ആയിരിക്കും, 9th month superficial inguinal pouch ആയിരിക്കും. Full term ആകുമ്പോഴേക്കാണ് ഇങ്ങോട്ട് വരിക in the scrotum. And clinical features, the right testis is affected more than left, and cryptorchidism and retractile testis. And the main treatment നോക്കുവാണെങ്കിൽ Fowler Stephen orchidopexy, ഈ names important ആണ്. Ombredans procedure and Silbar procedure ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Ombredans procedure is done for, it is for undescended testis. Okay, surgical treatment. Then varicocele എന്താണ്? It is the dilatation of testicular veins with or without cremasteric veins, which drains into testicular veins, and left testis is affected more than right. It can be due to congenital absence of valves or renal cell carcinoma invading the renal veins. It affects more on thin, tall patients and also in hot climate. Very important, feels like a bag of worms. Feels like a bag of worms. It is in varicocele. And there will be dragging pain in the scrotum, which is non-tender. It can cause oligospermia, hydrocele, and recurrence of varicocele. And the surgery performed is Palmos operation.
Okay, Palomo's operation. Then torsion of testis, that is torsion of spermatocodes. Two types, extravaginal seen in newborns, intravaginal in boys of 12 to 18 years of age. And in torsion testis, മൂന്ന് ഇമ്പോർട്ടന്റ് സൈൻസ് പറയുന്നുണ്ട്. ഡെമിങ് സൈൻ, പ്രഹെൻ സൈൻ, അഞ്ചൽ സൈൻ. ഡെമിങ് സൈൻ എന്താണ്? The tender lump at the external abdominal ring, the testis is positioned high. When the testis is elevated, okay, when the testis is elevated, there will be tender lump at the external abdominal ring. That is called Deming's sign. Then what is Prehen sign? Elevation of scrotum increases pain in torsion of completely descended testis. When the scrotum is elevated, okay, the pain will be increased if the torsion is complete. And also Anjal sign endana? The opposite testis lies horizontally because of the presence of mesorrhagium. So Deming sign, Prehen sign and Anjal sign are seen in torsion testis. Then testicular tumors, the first slide parnjana, it arises from different types of cells. For example, seminoma arises from the seminiferous tubules. Teratoma arises from the rete testis. Most common type of teratoma is intermediate teratoma. Increased serum HCG is seen in choriocarcinoma. Increased alpha fetoprotein and LDH seen in non-seminomatous germ cell tumors. LDH, lactate dehydrogenase levels indicate tumor load. And very, very important, increased placental alkaline phosphatase is seen in seminoma testis. Okay, tumor marker for seminoma testis is what? Placental alkaline phosphatase. Then different types of interstitial cell tumors are very important. Leydig cell tumors ഉണ്ട്, Sertoli cell tumors ഉണ്ട്. Leydig cell tumors are, for example, prepubertal tumors and leads to masculinization. Okay, masculinization called infant Hercules. Infant Hercules due to the masculinization. And it spreads to the lymph nodes and the lungs, having good prognosis. Leydig cell tumor. Sertoli cell tumors are the feminizing tumors. Of course, there will be gynecomastia. It appears after puberty, post-pubertal tumor. Then coming to Fournier's gangrene. Fournier's gangrene. നമ്മൾ നേരത്തെ ഒരു പെയറോണിസ് ഡിസീസ് പഠിച്ചു, ഫൈബ്രോമാറ്റോസിസ്. അതേപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് അഫക്റ്റിംഗ് സ്ക്രോട്ടം, Fournier's gangrene. It is idiopathic gangrene of scrotal skin ആണ്. Low socio-economic group patients are affected, having unhygienic conditions. Also following instrumentation, injury, infection, okay, follow ചെയ്തിട്ട് gangrene വരാം. And the most common organism, microaerophilic hemolytic streptococci, staphylococci, Escherichia coli, anaerobes such as Clostridium welshi. And the sign is perineal phlegmon, and the testis is not involved in Fournier's gangrene. Only the scrotal skin is involved. Very, very important. Okay, in Fournier's gangrene, testis is not involved. Only the scrotal skin is involved. Okay. Okay. So അത്രയുമാണ് നമ്മുടെ യൂറോളജിയിലെ മെയിൻ പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. That is one table showing ideal time for treatment ആണ്. If it is undescended testis, within 6 months of age treatment എടുത്തിരിക്കണം. Hypospadias ആണെങ്കിൽ 6 to 12 monthsനകത്ത്, umbilical hernia 5 years, cleft lip ആണെങ്കിൽ 3 to 6 months, cleft palate ആണെങ്കിൽ 6 to 18 months. ഈ ചാർട്ട് ഒന്ന് പഠിച്ചിരിക്കുക. അതേപോലെ വൺ മോർ ടേബിൾ, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്റ്റോൺസ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഗാൾ സ്റ്റോൺ, കോളിലിത്തിയാസിസിനെ കുറിച്ചിട്ട്. അപ്പൊ അവിടെ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്റ്റോൺ ഏതാണ്? ഇറ്റ് ഈസ് കൊളസ്ട്രോൾ സ്റ്റോൺ ആണ്. ഇനി അഥവാ ഓപ്ഷനിൽ മിക്സ്ഡ് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ വി ക്യാൻ പുട്ട് മിക്സ്ഡ് സ്റ്റോൺ. Okay, so most common stone is cholesterol stones.
ദെൻ പാൻക്രിയാസിലാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ആണ്, കിഡ്നിയിൽ കാൽഷ്യം ഓക്സാലേറ്റ് ആണ്, പ്രൈമറി ബ്ലാഡർ സ്റ്റോൺ ഇസ് അമോണിയം യൂറേറ്റ്, സെക്കൻഡറി ബ്ലാഡർ സ്റ്റോൺ ഇസ് യൂറിക് ആസിഡ് സ്റ്റോൺ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബ്ലാഡർ സ്റ്റോൺ ഇസ് യൂറിക് ആസിഡ് സ്റ്റോൺ ആണ്, മോർ ദാൻ സ്ട്രൂവൈറ്റ് സ്റ്റോൺ. പിന്നെ പ്രോസ്റ്റേറ്റിലാണെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺ ആണ്. സലേവറി ഗ്ലാൻഡ് എസ്പെഷ്യലി സബ്മാൻഡിബുലാർ ഗ്ലാൻഡിലാണെങ്കിൽ മോസ്റ്റ് കോമൺ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ടുഡേസ് സെഷൻ. ഇനി നമുക്ക് കുറച്ചൊരു സാമ്പിൾ MCQs ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ, ക്ലിയർ അല്ലേ? ഹലോ ഹലോ. യെസ് സർ. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ അനോമലി ഓഫ് യുറീത്ര ഈസ്? എനിവൺ? മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ അനോമലി ഓഫ് യുറീത്ര. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഈസ്, പറഞ്ഞോ, കുഴപ്പമില്ല, തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. ഹൈപ്പോസ്പാഡിയസ്. ഓക്കെ, മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ അനോമലി ഓഫ് യുറീത്ര ഈസ് ഹൈപ്പോസ്പാഡിയസ് ആണ്. കൊറോണൽ, പെനൈൽ, പീനോസ്ക്രോട്ടൽ. സോർത്തിരിക്കോ, മോസ്റ്റ് കോമൺ congenital anomaly of urethra is hypospadias. Second question, Fournier's gangrene is seen in? Scrotum, scrotal skin. Okay, scrotal skin. Next, most common site of development of CA prostate is? നേരത്തെ പറഞ്ഞായിരുന്നു BPH ആൻഡ് CA പ്രോസ്റ്റേറ്റ്. എനിവൺ? പെരിഫറൽ സോൺ. കറക്റ്റ്, പെരിഫറൽ സോൺ. ഓക്കെ, ഇന്നർ സോൺ ആണ്, ദാറ്റ് ഇസ് മിഡിൽ മീഡിയൻ ലോബ് ആണ്. പെരിഫറൽ സോണിലാണ്, നോൺ അഡിനോമാറ്റസ് സോണിലാണ് CA പ്രോസ്റ്റേറ്റ്. Fourth one, the most common histological variant of RCC is? Clear cell type. Clear cell type. Next, Chinese lantern on transillumination seen in? Epididymal cyst. B, option B, epididymal cyst. Sixth one, the typical appearance of spider leg on excretory urography? Polycystic kidney. Polycystic kidney. PKD. Secondary deposits from prostatic carcinoma is commonest in? The important question ആണ്. Bone. Correct, bone. Eighth one, palpable fibrous plaque on dorsal penile shaft indicates? നേരത്തെ പറഞ്ഞില്ല നമ്മൾ, പെനൈൽ ഫൈബ്രോമാറ്റോസിസ്. ഏതായിരുന്നു? ഡി, പെറോണീസ് ഡിസീസ്. ഡി, ഓപ്ഷൻ ഡി. പേജറ്റ്സ് അല്ല, പെറോണീസ്. പെനൈൽ ഫൈബ്രോമാറ്റോസിസ്. Then best time for surgery of undescended testis is? 6 months of age. 6 months of age. Most common site of ectopic testis is? Superficial inguinal pouch. Superficial inguinal pouch. 11th question important ആണ്, ഞാൻ പറഞ്ഞില്ല. Triad of renal colic, swelling in loin which disappears after passing urine is called? Anyone?
നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും 1-2 ഓപ്ഷൻ. എന്തായാലും സെയിൽസ് ട്രയാഡ് അല്ല, ചാർക്കോൾസ് ട്രയാഡും അല്ല. ബാക്കിയുള്ളത് കോച്ചേഴ്സ് ട്രയാഡും ഡിറ്റിൽസ് ക്രൈസിസും ആണ്. പറഞ്ഞു. Dittles crisis. Dittles crisis. It is seen in which condition? Intermittent hydronephrosis. Okay. Seen in intermittent hydronephrosis. ഓർത്തിരിക്കുക. Colicky pain, swelling in loin disappears after passing urine. Most common cause of emphysematous pyelonephritis. Twelfth one. Anyone? Emphysematous. E. coli, Escherichia coli. മിക്കവാറും ഇതിന്റെ എല്ലാ ആൻസറും E. coli ആണ്. ഇപ്പം പ്രോസ്റ്റേറ്റൈറ്റിസ് ആണെങ്കിലൊക്കെ E. coli ആണ് വരുന്നത് കേട്ടോ. Then most common route of infection in kidney TB. Hematogenous. Hematogenous. Okay. Most common site of origin of RCC. PCT. Proximal convoluted tubule. Commonest presentation of Wilms tumor is Abdominal lump. Abdominal lump. Good. Then thimble bladder is seen in acute tuberculosis. Chronic. അതിൽ acute ഉണ്ട് chronic ഉണ്ട്. Confuse ആവാൻ പാടില്ല. It is chronic tuberculosis. Okay. Chronic tuberculosis. What is thimble bladder? Contracted non-functionless ആണ്. അപ്പോൾ it is chronic, not an acute. Chronic TB. Then 17th one, most common organism responsible for acute bacterial prostatitis. E. coli. E. coli. It's also E. coli. Erythroplasia of Chiart occurs in. So നേരത്തെ പറഞ്ഞു വെച്ചോളൂ. Scrotum. Scrotum ആണോ? പെനിസ്. നമ്മൾ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻ പറഞ്ഞില്ലേ പെനിസില്? അല്ല നമ്മൾ പെനിസിന്റെ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻ പറഞ്ഞില്ലേ ഇപ്പൊ ജസ്റ്റ് ലാസ്റ്റ് സ്ലൈഡില്? അതിലൊന്നാണ് എറിത്രോപ്ലേസിയ ഓഫ് കൊയാർട്ട്. അല്ലല്ല, ആൻസർ ഈസ് പെനിസ്. അതായത് നമ്മൾ നേരത്തെ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻ പറഞ്ഞില്ലേ CA പെനിസിന്റെ? ഏതൊക്കെ? ബഷ്കെ ലെവൻസ്റ്റീൻ ട്യൂമർ, എറിത്രോപ്ലേസിയ ഓഫ് കൊയാർട്ട്, അതായത് പേജറ്റ്സ് ഡിസീസ് ഓഫ് പെനിസ്. അതാണ് എറിത്രോപ്ലേസിയ ഓഫ് കൊയാർട്ട്. ഓക്കെ, പേജറ്റ്സ് ഡിസീസ് ഓഫ് പെനിസ് ഓർത്തിരിക്കുക. അതേപോലെ ലൂക്കോപ്ലേക്കിയ ആൻഡ് ബോവൻസ് ഡിസീസ്. 4 പ്രീ മാലിഗ്നന്റ് ലീഷൻസ് ആയിട്ട് വരുന്നത്. സോ ഹിയർ എറിത്രോപ്ലേസിയ ഓഫ് കൊയാർട്ട് occurs in penis. Answer is C. Then പോസിറ്റീവ് പ്രഹെൻസൈൻ. പ്രഹെൻസൈൻ ഓർമ്മയില്ലേ? എന്ന് പറഞ്ഞില്ല നമ്മള്? പ്രഹെൻസൈൻ, അഞ്ചൽ സൈൻ, ഡെമിങ് സൈൻ. Elevation of testis. Elevation of testis Increases pain. ഓക്കെ, അതിലൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇലവേഷൻ ഓഫ് സ്ക്രോട്ടം ഇൻക്രീസസ് പെയിൻ ഇൻ ഏതിലാണ്? കംപ്ലീറ്റ്ലി ഡിസെൻഡഡ് ടെസ്റ്റിസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പക്ഷേ ഡിസെൻഡഡ് ടെസ്റ്റിസ് അല്ല, ഇറ്റ് ഈസ് ഇൻ എപ്പിഡിഡിമൈറ്റിസ് ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. പ്രഹെൻസൈൻ ഈസ് പോസിറ്റീവ് ഇൻ കംപ്ലീറ്റ്ലി ഡിസെൻഡഡ് ടെസ്റ്റിസ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ പെയിൻ വിൽ ബി ഇൻക്രീസ്ഡ് ഓൺ ഇലവേഷൻ ഓഫ് സ്ക്രോട്ടം. പക്ഷേ in epididymitis the pain will be decreased on elevation of testis. Okay, so answer is B. Here എന്തുകൊണ്ട് A വന്നില്ല? elevation of testis increases pain of എന്താണ്? completely descended testis. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എപ്പിഡിഡിമൈറ്റിസിന്റെ പെയിൻ ആണ്. സോ elevation of testis reduces pain of epididymitis. അത് ഓർത്തിരിക്കുക കേട്ടോ. സോ ആൻസർ ഈസ് നോട്ട് A, ഇറ്റ് ഈസ് B. Elevation of testis reduces pain of epididymitis. Then 20th one,
Bag of worm-like sensation. Torsion of Varicocele. That's the important question. Then all are radio opaque except one. Uric acid. Uric acid is radiolucent. Commonest cause of ureteric obstruction. Stone. No doubt, stone. The important sickle cell trait is associated with which type of RCC? Sickle cell trait. The answer is option A ആണ് medullary carcinoma ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചു most common is clear cell, പക്ഷേ sickle cell trait is associated with medullary subtype. ठीक है. Then 24th one, the commonest bladder stone is uric acid stone. Bladder ആണ്, it is not a kidney. Kidney ആണെങ്കിൽ calcium oxalate ആണ്, പക്ഷേ bladder it is uric acid. Then 25th question related to pathology ആണ്, പക്ഷേ ഇവിടെ വരുന്നുണ്ട് corpora amylasia is seen in. Corpora amylasia. It is seen in prostate ആണ്. Okay, histological finding ആണ് corpora amylasia. ഓർത്തിരിക്കണം, it is seen in prostate ആണ്. Okay, amylasia means starch like material in prostate. Then circumcision is contraindicated in hypospadias. Okay, name of surgery in hypospadias. The answer is A ആണ് കേട്ടോ. Dennis Brown surgery. Dennis Brown surgery ആണ് hypospadias. Dennis Brown surgery. Ombrodance നേരത്തെ നമ്മൾ പറഞ്ഞു in undescended testis. Then most common tumors in undescended testis. It is seminoma. Okay, answer is seminoma. Seminoma is what? Tumor of seminiferous tubule. Okay, seminiferous tubule. Lord's plication is done for. Lord's plication, it is the surgery for hydrocele. Lord's plication is done for hydrocele. Hydrocele operation. Then torsion of testis has to be treated within torsion. Emergency condition. So it has to be treated within immediately. So immediate intervention is needed. Torsion of testis has to be treated immediately. Okay, so 30 questions. ബാക്കി ഞാൻ തരാം, MCQs അയച്ചു തരാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക MCQs മാക്സിമം. ഞാനും കൂടെ തരാം, MCQ സെറ്റ് തരാം, അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.